അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികളെ, പരിശുദ്ധ ശഅബാൻ മാസം ഇന്നത്തോടുകൂടെ നമുക്ക് ആഗതമാവുകയാണ്. ഇന്ന് മഗ്‌രിബോടുകൂടെ നമ്മളിലേക്ക് കടന്നു വരുന്ന പരിശുദ്ധ ശഅബാൻ മാസം ഇന്നത്തെ രാവിലെ ചൊല്ലേണ്ട അതിപ്രധാനപ്പെട്ട സൂറത്തുകൾ, ദിക്റുകൾ, ദുആകൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാവരും പോയി കണ്ട് അത് പ്രകാരം ഇന്നത്തെ രാവിലെ ചൊല്ലി ദുആ ചെയ്യുക. നിങ്ങളുടെ ദുആക്ക് അല്ലാഹു തആല ഉത്തരം തരും, ഉറപ്പാണ്. എന്നാൽ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, പരിശുദ്ധ ശഅബാൻ മാസത്തിൽ നാം വർദ്ധിക്കേണ്ട, നാം കൂടുതലായി ചൊല്ലേണ്ട അതിമഹത്തായ ഒരു വിഷയം, അത് സ്വലാത്താണ്. ഈ ഒരു മാസം, പരിശുദ്ധ ശഅബാൻ മാസം, ഹബീബായ തങ്ങളുടെ മാസമാണ്. മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരുപാട് ആഗ്രഹങ്ങൾ അല്ലാഹു തആല സാധിപ്പിച്ചു കൊടുത്ത അതിമഹത്തായ ഒരു മാസമാണ് പരിശുദ്ധ ശഅബാൻ മാസം. നമ്മോട് സ്വലാത്ത് ചൊല്ലാനുള്ള നിർദ്ദേശം പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഇന്നല്ലാഹ വ മലായികതഹു യസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന പരിശുദ്ധ വാക്യം പരിശുദ്ധ ഖുർആനിലൂടെ ഞാനും എൻ്റെ മലക്കുകൾ സ്വലാത്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളും സ്വലാത്ത് ചൊല്ലണമെന്നുള്ള നിർദ്ദേശം പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മോട് കൽപ്പിച്ച ഒരു മാസവും കൂടിയാണ്, ഈ ആയത്തിറങ്ങിയ ഒരു മാസവും കൂടിയാണ് പരിശുദ്ധ ശഅബാൻ മാസം. അപ്പോൾ ഈ ഒരു ആയത്തിലൂടെ ഒരുപാട് പാഠം നമുക്കുണ്ട്. ഒന്നാമതായി, അല്ലാഹു തആല ഞാനും എൻ്റെ മലക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ ഒരു അമലിനെ കുറിച്ചും അല്ലാഹു തആല സൂചിപ്പിച്ചിട്ടില്ല. അത് സ്വലാത്തിലുള്ള പ്രത്യേകതയാണ്. ഹബീബായ തങ്ങളുടെ മേലുള്ള സ്വലാത്തിനോടുള്ള മഹത്വമാണ് അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് സ്വലാത്ത് ജീവിതത്തിൽ ധാരാളം ചൊല്ലുന്നവർ എവിടെയും തോൽക്കുകയില്ല, എവിടെയും തോറ്റ ഒരു സംഭവമില്ല. നമുക്ക് ഒരു അമല് അല്ലാഹു തആല അവൻ കൽപ്പിച്ച ഓരോ അമലുകൾക്ക് വ്യത്യസ്തങ്ങളായ മഹത്വങ്ങളാണുള്ളത്, പ്രതിഫലങ്ങളാണുള്ളത്. എന്നാൽ ഒരു അമല് ചെയ്യുമ്പോൾ, ഒരു ദിക്ർ ചൊല്ലുമ്പോൾ, ആ ഒരു ദിക്ർ അല്ലാഹു തആല പല തെറ്റായ നമ്മുടെ കാരണം, തെറ്റായ പ്രവർത്തന മൂലം അവകൾ അല്ലാഹു തആല ബാത്തിലാക്കി കളയും. പക്ഷെ സ്വലാത്ത് അങ്ങനെയല്ല. ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്ത് അല്ലാഹു തആല ഉടനടി തന്നെ അല്ലാഹു തആല അതിനിക്കുള്ള സവാബ് അത് ഉറപ്പാണ്. അതിനെ ഒരിക്കലും അല്ലാഹു തആല പിന്നെ ബാത്തിലാക്കുന്ന ഒരു പ്രശ്നമില്ല. അത്രയും മഹത്വമുള്ള ഒരു വിഷയമാണ് സ്വലാത്ത്. അതുകൊണ്ട് സ്വലാത്ത് ധാരാളം ചൊല്ലുക. പ്രത്യേകിച്ച് സ്വലാത്ത് ചൊല്ലാനുള്ള ഒരു മാസമാണ് നമുക്കിനി കടന്നു വരുന്ന പരിശുദ്ധ ശഅബാൻ മാസം. ഇന്നത്തെ രാവോടുകൂടെ പ്രവേശിക്കുന്ന നമ്മളിലേക്ക് ആഗതമാകുന്ന ഒരു മാസമാണ് പരിശുദ്ധ ശഅബാൻ മാസം. ഈ മാസത്തിലുള്ള സ്വലാത്തിന്റെ പ്രത്യേകമായ ഒരു മഹത്വം തന്നെയാണ്. അതുകൊണ്ട് ഈ മാസത്തിൽ ധാരാളം സ്വലാത്ത് ചൊല്ലുക. മഹാനായ ജാഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ സ്വല്ല അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ശഅബാൻ ഫി കുല്ലി യൗമിൻ 700. ഒരാൾ പരിശുദ്ധ ശഅബാൻ മാസത്തിൽ മുത്തായ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്ന എല്ലാ ദിവസവും 700 സ്വലാത്ത്. 700 സ്വലാത്ത് നിങ്ങൾക്കറിയുന്ന ഏത് സ്വലാത്ത് ചൊല്ലിയാലും വേണ്ടില്ല. നിങ്ങൾക്കിഷ്ടമുള്ള, നിങ്ങൾക്കറിയുന്ന, നിങ്ങൾക്ക് ചൊല്ലാൻ ഏറ്റവും ഈസിയുള്ള, നിങ്ങൾ ദിവസവും ചൊല്ലി വരുന്ന ആ ഒരു സ്വലാത്ത് 700 എണ്ണത്തിൽ ആക്കി നിങ്ങൾ ചൊല്ലിയാൽ, റജബ് ശഅബാനിലെ ഓരോ ദിവസവും 700 വീതം ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്തിന് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു മലക്കുണ്ടാകും. മുത്തായ തങ്ങൾ അത് കണ്ട് സന്തോഷിക്കും, അവിടെ നിന്ന് ആനന്ദിക്കും, അവിടെ നിന്ന് വല്ലാത്ത അല്ലാഹുവിനെ സ്തുതിക്കും. അത് മാത്രമല്ല, ഒരു മലക്കിന് അല്ലാഹു തആല ചുമതലപ്പെടുത്തും. ആ മലക്കിനുള്ള ഡ്യൂട്ടി ഇദ്ദേഹത്തിന്റെ മരണം വരെ, ഖിയാമത്ത് നാൾ വരേക്കും ഈ മനുഷ്യന് വേണ്ടി അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ആ മലക്കിനുള്ള ഡ്യൂട്ടി, ആ മലക്കിനുള്ള ദൗത്യം അല്ലാഹു തആല ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അത്രയും മഹത്വമാണ് പരിശുദ്ധ ശഅബാൻ മാസത്തിൽ 700 തവണ സ്വലാത്ത് ചൊല്ലിയാൽ ലഭിക്കുന്ന മഹത്വം. അതുകൊണ്ട് ആരും നഷ്ടപ്പെടുത്തരുത്. സ്വലാത്ത് ചൊല്ലിയാൽ ഒരു സ്വലാത്തിന് അല്ലാഹു തആല 10 ഹസനത്ത് രേഖപ്പെടുത്തും. അതെങ്ങനെയാണ്? അദ്ദേഹത്തിന്റെ 10 തിന്മകൾ മായ്ച്ചു കളയും, 10 ദറജകൾ അല്ലാഹു തആല ഉയർത്തും, 10 ഹസനത്ത് അല്ലാഹു തആല അവന്റെ അക്കൗണ്ടിൽ രേഖപ്പെടുത്തും. സ്വലാത്തിനുള്ള മഹത്വമാണത്. അതുകൊണ്ട് എല്ലാവരും പരിശുദ്ധ ശഅബാൻ മാസത്തിൽ ഓരോ ദിനവും ചുരുങ്ങിയത്
ഒരു 1000 തവണയെങ്കിലും സ്വലാത്ത് ചൊല്ലാൻ ഞാനും നിങ്ങളും ശ്രമിക്കണം. അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. സ്വലാത്ത് ചൊല്ലി എല്ലാ ദിവസവും സ്വലാത്ത് ചൊല്ലി നമ്മുടെ മനസ്സ് മുത്തായ തങ്ങളിൽ ലയിച്ച് അവിടുത്തെ പൂമുഖം കാണാൻ ഉറക്കിലും ഉണർവിലും ഒരുപാട് തവണ കാണാൻ അവിടുത്തെ പരിശുദ്ധ മദീനയിലെത്താൻ അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. എല്ലാ ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഒറ്റ സൊല്യൂഷനാണ് നമുക്ക് നമ്മുടെ മുമ്പിലുള്ളത്. സ്വലാത്ത് പെറുപ്പിച്ച് ചൊല്ലുക, ധാരാളം സ്വലാത്ത് ചൊല്ലുക. മഹാന്മാർ പറഞ്ഞൊരു വിഷയമാണ്. ഒരാൾ തെറ്റ് ചെയ്ത് ഇതിനൊരിക്കലും നന്നാവുകയില്ലെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹം ഉറപ്പിക്കുകയാണെങ്കിൽ അവനിക്കുള്ള അവസാനമായുള്ള ഒരു പരിഹാരമാർഗം സ്വലാത്ത് ചൊല്ലുക എന്നുള്ളതാണ്. സ്വലാത്ത് ചൊല്ലാൻ പിന്നെ അവൻ അറിയാതെ തന്നെ നന്നായി മാറും. നല്ലൊരു വ്യക്തി ജീവിതം അദ്ദേഹത്തിന് ലഭിക്കും, നല്ല വ്യക്തിത്വം അദ്ദേഹത്തിന് ലഭിക്കും, നല്ല മനുഷ്യനായി മാറും, നല്ല നിലക്ക് ജീവിക്കാൻ പറ്റും, ഹബീബായ തങ്ങളെ കാണും. എല്ലാ നിലക്കും അവനെ നന്നാക്കിയെടുക്കാൻ ഒരു ഷെയ്ഖിന്റെ റോൾ വഹിക്കുന്ന ഒരു വിഷയമാണ് സ്വലാത്ത് എന്നുള്ളത്. അതുകൊണ്ട് എല്ലാവരും സ്വലാത്ത് ചൊല്ലുക. അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.